ഇലക്ട്രൽ ബോണ്ടുകൾ ആർക്കൊക്കെ ലഭിച്ചു എന്നറിയാൻ, ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ലഭിച്ചത് ആ കോടികൾ എന്നറിയാൻ ഇനി 3 ദിവസങ്ങൾ മാത്രം. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ ഈ വിവരങ്ങൾ കൈമാറാനാണ് SBIക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബാലു, എന്താണ് ആ ഉത്തരവിലെ പ്രധാനമായ? സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ച ഈ സുപ്രധാനമായ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് SBIയുടെ പക്കൽ എന്തൊക്കെ രേഖകളുണ്ടോ ആ രേഖകളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്ന വ്യാഴാഴ്ച 5 മണിക്ക് മുമ്പ് കൈമാറണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ രേഖകളിൽ ഈ ആൽഫ ന്യൂമറിക് കോഡ്, അതുപോലെ തന്നെ സീരിയൽ നമ്പർ തുടങ്ങിയ എല്ലാ രേഖകളും കൈമാറണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇത് ലഭിച്ചാൽ ഉടൻ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെബ്സൈറ്റിലൂടെ അപ്ലോഡ് ചെയ്യണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. SBI ഈ എല്ലാ രേഖകളും പരസ്യപ്പെടുത്തണമെന്നാണ് കോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. SBI ചില എതിർപ്പുകളൊക്കെ ആദ്യം അറിയിച്ചുവെങ്കിലും അത് അവഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതാരെ ആണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഗുണം ലഭിക്കുക ഇത്തരമൊരു ഉത്തരവ് വന്ന്? ഫലത്തിൽ ഇക്കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് 2018-നും 2019-നും ഇടയിലാണ് കോൺഗ്രസിന് ഏറ്റവും അധികം ഈ ഫണ്ട് ലഭിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡോണേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ ഇടയില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ ഫണ്ടുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. SBIക്കും അതൃപ്തിയുണ്ട്, കേന്ദ്ര സർക്കാരിനും അതൃപ്തിയുണ്ട്. ഹരീഷ് സാൽവെ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ കോർപ്പറേറ്റുകളെ വേട്ടയാടുന്നത് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. ഏതായാലും 3 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്.